ഹായ് ഓൾ, നമ്മുടെ ഒരു സബ്സ്ക്രൈബറിന്റെ ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. FB നിലവിലുള്ള ഫോൺ നമ്പറും അതുപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന നമ്പറും തമ്മിൽ വ്യത്യാസമാണ്. FB നിലവിൽ ഉള്ള നമ്പർ ചിലപ്പം നമ്മൾ ഒരുപാട് കാലം മുമ്പേ കൊടുത്തിരിക്കുന്ന നമ്പർ ആയിരിക്കാം. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അക്കൗണ്ട് ഏതെങ്കിലും സമയത്ത് ലോഗ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് നമ്പർ നമ്മുടെ ആ ഫോൺ നമ്പറിലേക്ക് പോകും. അത് പഴയ നമ്പറിലേക്കായിരിക്കും പോകുന്നത്. ചിലപ്പോൾ ആ നമ്പർ നമ്മുടെ കയ്യിലില്ലെങ്കിൽ പിന്നീട് നമുക്ക് പെടാപ്പാടാവും നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഫോൺ നമ്പർ, പഴയ ഫോൺ നമ്പർ അവിടെ നിന്ന് മാറ്റിയിട്ട് പുതിയ നമ്പർ എങ്ങനെയാണ് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നതിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ ഇവിടെയുള്ള ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി കാണാൻ സാധിക്കും. ഈ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ചെറിയൊരു സെറ്റിംഗ്സ് കാണാം. അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള അക്കൗണ്ട് സെൻറ്ററിൽ വീണ്ടും ക്ലിക്കാക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാൻ സാധിക്കും പ്രൊഫൈൽസ് ആൻഡ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. അവിടെ വീണ്ടും ക്ലിക്കാക്കാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഒരു നമ്പറാണ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്കാക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ നമ്പർ അവിടുന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കുക. ഓക്കെ, ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ പുതിയൊരു ഫോൺ നമ്പർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നെങ്കിൽ ആഡ് മൊബൈൽ നമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ആഡ് ഇമെയിൽ ഉണ്ടാവും. നമുക്ക് ഇമെയിൽ വേണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ മൊബൈൽ ആണെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ പുതിയൊരു നമ്പർ അപ്ഡേറ്റ് അവിടെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഫോൺ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ.